ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന 14 നക്ഷത്രക്കാർ രാവിലെ എഴുന്നേറ്റ് ഈ പറയുന്ന ഒരു ശിവനാമം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ അപ്രതീക്ഷിതമായി അവരുടെ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യങ്ങളെ, സമ്പത്ത്, ഭൂമി, വീട് ആഗ്രഹിക്കുന്നതെല്ലാം അവരിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ്, ഏത് ശിവനാമമാണ് ജപിക്കേണ്ടത്, അത് എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. അത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. 1 രൂപ ചെലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങളും ഉയർച്ചയും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ധനവും സമ്പത്തും ഐശ്വര്യവും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമെന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക. വിശകലനം ചെയ്യണമെങ്കിൽ അത് പറയുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ആ രീതി പറയും. കിട്ടിയിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. ഇതാണ് സാഹചര്യം. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓം നർപ്പവേ നർപ്പവേ നർപ്പവേ. ഞാൻ ആ നക്ഷത്രക്കാരുടെ ഏതൊക്കെയാണെന്ന് പറയാം. എന്നിട്ട് ചെയ്യേണ്ട വിദ്യ പറഞ്ഞുതരാം. അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി, പുണർദം, ചോതി, അവിട്ടം, പൂയം, വിശാഖം, ചതയം, കാർത്തിക, ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി. ഇത്രയും നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാര് രാവിലെ എഴുന്നേറ്റ് ഞാനീ പറയുന്ന രീതിയിൽ ഒരു മുദ്ര കാണിച്ചു തരാം. ഇടത് കൈ താഴെ പിടിക്കണം, വലത് കൈ മുകളിൽ വെക്കണം. ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചായിട്ട് തോന്നാം, പക്ഷെ ഞാൻ പറയുന്ന കേട്ടാൽ മതി. ഇടത് കൈ താഴെ വെച്ചിട്ട് വലത് കൈ മുകളിൽ വെച്ചിട്ട് ഈ 2 വിരലുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ പുക്കിൾക്കൊടിയുടെ പുക്കിളിന്റെ തൊട്ടടുത്തായിട്ട് അല്പം ആ പുക്കിളിനോട് ചേർത്ത് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലമൊന്നും പിടിക്കണ്ട, ജസ്റ്റ് ചേർത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് ആ പുക്കിളിനോട് ചേർത്ത് കൈ വെക്കുക. അപ്പോൾ ബലമൊന്നും പിടിക്കണം, സാധാരണ രീതി പുക്കിളിനോട് ചേർത്ത് വെച്ചാൽ മതി. എന്നിട്ട് കയ്യിലൊരു ശിവലിംഗം സങ്കല്പിച്ചിട്ട് കണ്ണടച്ചിട്ട് ഈ പറയുന്ന മന്ത്രം മനസ്സിൽ ജപിച്ചാൽ മതി. ശിവായ നമ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഇത് 2 മാത്രമാണ്, പക്ഷെ ഒന്നായിട്ട് അങ്ങ് ജപിച്ചാൽ മതി. ശിവായ നമ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഹ്രീം എന്നുള്ള കാ ജപിക്കരുത്. ഇവിടെ ഓം എന്ന് ആദ്യം ചേർക്കണ്ട. ശിവായ നമ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. അപ്പം ഓം ശിവായ നമ എന്ന് വേണ്ട, വെറും ശിവായ നമയാണ്. അത് കഴിഞ്ഞ് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ചേർക്കണം. അപ്പോൾ ഓം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ശിവായ നമ കഴിഞ്ഞ് ഈ മന്ത്രത്തിന്റെ ആദ്യം ഓം വേണ്ടെന്നാണ് പറഞ്ഞത്. ശിവായ നമ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിട്ടേക്കാം. അതോട് നോക്കി ജപിക്കുക. മനസ്സിൽ ജപിച്ച് ഒരു മിനിറ്റ് തന്നെ മതി. 60 സെക്കൻഡ്, അല്ലെങ്കിൽ ഇച്ചിരി നീണ്ടുപോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. ഈ മന്ത്രം ആ ശിവലിംഗത്തെ ധ്യാനിച്ചു മനസ്സിൽ ജപിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറയുക. പറഞ്ഞ ശേഷം ഒരു ചിന്തയില്ലാതെ ഒരല്പസമയം കൂടെ ആ ശിവലിംഗത്തെ ധ്യാനിച്ചിരിക്കുക. ഈ ഒരു വിദ്യ നിത്യേന രാവിലെ ചെയ്യുക. ഈ വിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കണം. അത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുക. ഈ വിദ്യക്ക് ചില രഹസ്യങ്ങളുണ്ട്. അതായത് ഈ പൊക്കിളിനോട് ചേർത്ത് ഇങ്ങനെ കൈകൾ വെക്കുമ്പോൾ കൈയുടെ മധ്യത്തിൽ ഒരു ശിവലിംഗം ധ്യാനിക്കണം. ഇപ്പോൾ പൊക്കിളിനോട് ചേർത്ത് വെക്കുമ്പോൾ ആ മണിപൂരക ചക്രം, അതായത് പൊക്കിൾക്കൊടിക്ക് മുകളിലായിട്ടാണ് മണിപൂരക ചക്രം, അവിടുന്ന് ഒരു ഗ്രന്ഥി പോകുന്നുണ്ട് മുകളിലേക്ക്. വിഷ്ണു ഗ്രന്ഥി എന്ന് പറയും. ഈ ഗ്രന്ഥിയിലാണ് എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നത്. ഈ ഗ്രന്ഥിയിൽ ഒരു ഈശ്വര്യമായ ഉണർവുണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം മാറുന്നത്. അതാണ് അതിൻ്റെ പ്രധാന രഹസ്യം. അപ്പോൾ ഈ ഗ്രന്ഥിയുടെ ഇതിനെക്കുറിച്ച് പഴയ പല വീഡിയോകളിലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട, അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം ജപിച്ചാൽ മതി. നിത്യേന രാവിലെ ചെയ്യണം. ഇത് എപ്പോൾ വേണേലും രാവിലെ ചെയ്യാം. പടിഞ്ഞാട്ട് നോക്കിയിരുന്നേ ചെയ്യാവുള്ളൂ. അതാണ് അതിൻ്റെ ധനത്തിൻ്റെ രഹസ്യം. പിന്നെ ഇത് നിങ്ങൾക്ക് 1-ലധികം തവണ ദിവസവും ചെയ്യാം. ഇത് ചെയ്ത്
നിങ്ങൾ ഞാനീ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം. ശിവലിംഗം ധ്യാനിച്ചിട്ട് മനസ്സിൽ ശിവായ നമ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ജപിക്കുക. ഹ്രീം എന്നുള്ള കാ ജപിക്കരുത്. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം 1 മിനിറ്റ് അങ്ങനെ ജപിക്കുക. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അല്പസമയം എന്നുള്ളതേ ഉള്ളൂ. കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്നിട്ട് ആ ശിവലിംഗത്തോട് നിങ്ങളുടെ ആഗ്രഹം പറയുക. കറുത്തൊരു ശിവലിംഗം. എന്നിട്ട് ആ ശിവലിംഗത്തിൽ ഒരു ചിന്തയുമില്ലാതെ ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ കൂടി ഇരിക്കുക. മൊത്തം ഒരു 2 മിനിറ്റ് ചെയ്യാം. ഇനി ഇത് അല്പനേരം ഇച്ചിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. 1 മിനിറ്റ് ആ ശിവലിംഗത്തെ പ്രാർത്ഥിക്കുന്ന ആ മന്ത്രസമയമാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമ്മൾ 1 മിനിറ്റ് ഒരു ചിന്തയില്ലാതെ ശിവലിംഗത്തെ ധ്യാനിച്ച് ഇരിക്കുക, ഒരു ചിന്തയില്ല. അപ്പം ഇത് പടിഞ്ഞാട്ട് ദിക്ക് നോക്കിയിരുന്ന് ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്താലാണ് അത് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഈ വിഷ്ണു ഗ്രന്ഥി അതിലൊരു ഈശ്വര്യമായ ഉണർവുണ്ടാകും. നമ്മളിലേക്ക് സമ്പത്ത്, ഐശ്വര്യ, ഉയർച്ച ഒക്കെ ഉണ്ടായി വരും. അപ്പം നമ്മളുടെ ഈ മൂലാധാര ചക്രം നട്ടലിൽ ഏറ്റവും താഴെയാണ്. മൂലാധാര ചക്രത്തിലാണ് നമ്മളുടെ പല വാസനകളും ഉറങ്ങിക്കിടക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പല നെഗറ്റീവ് ചിന്തകളും ഭയവും ദേഷ്യവും ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ഈ മൂലാധാര ചക്രം ഇംബാലൻസ് ആകുമ്പോഴാണ് കൂടുതലും ജീവിതത്തിൽ നിരാശ ഉണ്ടാകുന്നത്. മൂലാധാര ചക്രത്തിന് മുകളിൽ നട്ടലിൽ തന്നെ പൊക്കിൾക്കൊടിക്ക് താഴെ സ്വാധിഷ്ഠാന ചക്രമുണ്ട്. അവിടെയും കുറച്ച് മൃഗീയ വാസനകളും എല്ലാം ഉറങ്ങിക്കിടപ്പുണ്ട്. ആ സ്വാധിഷ്ഠാനത്തിന് മുകളിലേക്ക്, അതായത് പൊക്കിൾക്കൊടിക്ക് മുകളിലേക്ക് ഉള്ള ആ മണിപൂര ചക്രത്തിന്റെ അവിടുന്ന് മുകളിലേക്കുള്ള യാത്രയിലാണ് ആധ്യാത്മിക യാത്ര, അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ, സമ്പത്തിന്റെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊക്കിൾക്കൊടിക്ക് സ്വല്പം മുകളിലായിട്ട് ഈ കൈകൾ ഇങ്ങനെ വെച്ച് അത് ശിവലിംഗം ധ്യാനിക്കുന്നത്. അവിടുന്നാണ് നമ്മുടെ ആ ഉയർച്ചയുടെ, ഐശ്വര്യത്തിന്റെ, സമ്പത്തിന്റെ ഒരു ഈശ്വരീയമായ ഉണർവ് തുടങ്ങേണ്ടത് അവിടുന്നാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം. ഓരോ വിദ്യയ്ക്കും പുറകിലും ഓരോ രഹസ്യമുണ്ട്. അത് മനസ്സിലാക്കി അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്ത് ആ ഫലം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഈ നക്ഷത്രക്കാർ നിത്യേന ചെയ്യുക. അത് രാവിലെ ഏത് സമയത്തും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. കുറച്ചുകൂടി ഫലമുണ്ടാകുന്നത് രാവിലെ ഒരു 5:30-ക്കോ 6 മണിക്കോ ഇടയ്ക്ക് ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. ആ ഒരു സമയത്ത് ചെയ്താൽ അത് പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ഉണർന്ന ശേഷം ചെയ്യുക. അതും ഫലം കിട്ടും, സംശയമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി നല്ലതായിട്ട് അനുഭവത്തിൽ കണ്ടിരിക്കുന്നത് രാവിലെ 5:30-ക്കോ 6 മണിക്കോ ഇടയ്ക്ക് ഈ വിദ്യ ചെയ്യുന്നതാണ്. പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് മാത്രം ചെയ്യുക. എപ്പം ചെയ്താലും പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഈ പണം കയ്യിൽ പിടിച്ചുകൊണ്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഈ മന്ത്രം മനസ്സിൽ ജപിച്ച് മഹാലക്ഷ്മി എനിക്ക് സമ്പത്ത് നൽകണേ എന്ന് പറയണ്ട. ആ ചിന്ത മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ ആ വാഗൊണ്ട് പറയണ്ട. മനസ്സിൽ ലക്ഷ്മി ദേവി എനിക്ക് സമ്പത്ത് എന്നുള്ള ഒരു ഫീലിങ്സ് മനസ്സിൽ വെച്ചാൽ മതി. തീർച്ചയായിട്ടും ധാരാളം പണം കയ്യിൽ വരും. ഞാനത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. രാവിലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 5 രൂപ 10 രൂപ 20 രൂപയോ 50 രൂപ എത്ര ആയിക്കോട്ടെ കയ്യിൽ പിടിച്ചു പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ മനസ്സിൽ ഒരു 2-3 തവണ ജപിച്ചിട്ട് ആ സമ്പത്ത് വരണമെന്ന് പ്രാർത്ഥിക്കേണ്ട. ആ സമ്പത്ത് എന്നുള്ള ഫീലിങ്സ് മനസ്സിൽ കൊണ്ടുവരിക. ഉറപ്പായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒഴുകും. ഈ വിദ്യ കൂടെ നിങ്ങൾ ചെയ്യുക അതിൻ്റെ കൂടെ. അപ്പോൾ ഇത് 14 നക്ഷത്രക്കാർക്കും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം ചെയ്യാം. 14 നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ അതിന് ഉയർച്ച ഉണ്ടാകും. ഇനിയും നിങ്ങൾ ഇതോടൊപ്പം നിങ്ങളുടെ പക്കനാളിന് ശിവക്ഷേത്രത്തിൽ ഭഗവാന് പാൽപായസവും പിൻവിളക്കും കൂവളത്തിലെ കൊണ്ട് അർച്ചനയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യണം. അത് പക്കനാൾ തോറും ആവർത്തിക്കണം. ഭഗവാനോട് നന്ദിയും പറയണം, ഭഗവാനോടും അമ്മ പരമേശ്വരിയോടും. ഇനിയും 27 നക്ഷത്രക്കാർക്കും ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. ഞാനത് പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് പോയാൽ അത് മുഴുവൻ കേൾക്കണം. 27 നക്ഷത്രക്കാരും, അതായത് ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുകയാണ്. കടയിൽ നിൽക്കുന്ന വരുമാനം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒന്നുകിൽ വരുമാനം കൂടണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് പോകുന്നത് പലരും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്വന്തം നിലയിൽ ആരെ ആശ്രയിക്കാതെ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് അത് ഓമല്ലൂരാണ്. ഓമല്ലൂർ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ സമാധി സ്ഥലം. അവിടെ നിങ്ങൾ പോവുക. പോയി അവിടെ ഇരുന്ന് നിങ്ങൾ
ശിവപ്രഭാകര സിദ്ധയോഗിയെ മനസ്സിൽ സങ്കല്പിച്ച് ഗുരുചരണം ശരണമെന്ന് ജപിച്ച് മനസ്സുകൊണ്ട് ജപിച്ച് അല്പനേരം ഒരു ചിന്തയില്ലാതിരിക്കുക. ഒരു ചിന്തയില്ലാതെ അത് ജപിച്ചിട്ട് ഒന്നും ആവശ്യപ്പെടരുത്. എനിക്ക് കാറ് വേണം, വീട് വേണം, ബംഗ്ലാവ് വേണം, സ്വന്തമായി തൊഴിൽ വേണം, ഒന്നും പറയണ്ട. ഗുരു ശിവപ്രഭാകര സിദ്ധയോഗിയെ മനസ്സിൽ സങ്കല്പിച്ച് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഗുരുചരണം ശരണമെന്ന് മനസ്സിൽ ജപിച്ച് കണ്ണടച്ച് വെറുതെ ഇരിക്കുക. സ്വയം മറന്നിരിക്കുക അല്പനേരം. അത് എത്ര നേരം എന്നുള്ള നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം നെയ്യ്, സാമ്പ്രാണി, ഒരു ദക്ഷിണ അവിടെ സമർപ്പിക്കാം. എന്നിട്ട് പോരുക. അവിടെ പലരെയും കാണും, പലരും വരും. ഒരു കാര്യത്തിന് ഇടപെടാൻ പോകരുത്. നമ്മൾ പോകുന്നത് സ്വാമിയെ തൊഴാനാണ്, സ്വാമിയെ വന്ദിക്കാനാണ്. വന്ദിച്ചിട്ട് പോരുക. വേറെ ഒരു കാര്യത്തിലും ഇടപെടരുത്. പലരും വരും, പലതും പറയും, പല കാര്യങ്ങളും പറയും. അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ഞാൻ പറയുന്നത് ഒരു ശരിക്കും മനസ്സിലാക്കണം. ഇത് ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും വ്യാഴാഴ്ചകളോ ഞായറാഴ്ചകളോ ചെയ്യുക, നല്ലതാണ്. ഇത് ഇപ്പം ഒരു തവണ ചെയ്താൽ മാറ്റം വരുമെന്ന് എനിക്കറിയത്തില്ല. പല തവണ പോയവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു തൊഴിൽ എന്നുവെച്ചാൽ ഒരു സ്വന്തമായിട്ട് തൊഴിലൊന്നും ഇല്ലാത്തവർക്ക് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനമല്ല തൊഴിൽ തുടങ്ങാനൊക്കെ പറ്റിയ നിരവധി ആൾക്കാരെ ഞാനവിടെ പോയിരുന്നിട്ടുണ്ട്. എൻ്റെ സഹോദരൻ പോയിരുന്നിട്ടുണ്ട്. അവരെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ വേറെ എനിക്കറിയാവുന്നവരുണ്ട് അവിടെ പോയിരുന്ന് ധ്യാനിച്ച്. ഞാൻ പറഞ്ഞത് കേട്ട് ആളുകൾ പോയവർക്ക് അനുഭവമുണ്ട്. സ്വന്തമായിട്ടൊരു ഉയർച്ച ഉണ്ടാകും. അല്ലെങ്കിൽ സ്വന്തമായിട്ടല്ല ഒരു തൊഴിൽ, അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിൽ ഉയർച്ച, എന്തായാലും ജീവിതത്തിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവും, രക്ഷപ്പെടും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്കിപ്പോൾ അവിടെ പോകാൻ പറ്റത്തില്ല. മലബാറിലുള്ളവരും ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അതിന് ഞാൻ മറ്റൊരു വഴി പറഞ്ഞുതരാം. നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സമാധി സ്ഥലങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പിന്നെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ സമാധിയുണ്ട്, വട്ടിസ്വാമിയുടെ സമാധിയുണ്ട്. അങ്ങനെ ഏതെങ്കിലും പല ദിക്കിൻ്റെ നാടിൻ്റെ പല ദിക്കുകളിലായി പല സമാധി സ്ഥലങ്ങളുണ്ട്. അതിലെവിടെങ്കിലും പോയാലും മതി. അവിടെ പോയി ഏത് ഗുരുവാണ് ആ ഗുരുവിൻ്റെ പാദങ്ങളെ സങ്കല്പിച്ച് ഗുരുചരണം ശരണമെന്ന് മനസ്സിൽ ജപിച്ച് കണ്ണടച്ചിരിക്കുക. ഒന്നും ആവശ്യപ്പെടരുത്. എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും പറയരുത്. കാരണം ഒരു അവധൂതന്മാരായ ഗുരുക്കന്മാരുടെയും സമാധി സ്ഥലങ്ങളിൽ പോയി നമ്മളൊന്നും ആവശ്യപ്പെടരുത്. അല്ലാതെ തന്നെ നമുക്കെല്ലാം കിട്ടും. ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല. നമ്മൾക്ക് അവരോടൊന്നും ചോദിക്കാനോ ഒന്നുമുള്ള അധികാരമില്ല. അതാണ് അതിൻ്റെ രഹസ്യം. നമ്മൾ അവിടെ പോയിരുന്ന് ധ്യാനിക്കുക, പോരുക. നമ്മളെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സമർപ്പിക്കുക, സന്തോഷത്തോടെ സമർപ്പിക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഞായറാഴ്ചയോ വ്യാഴാഴ്ചകളോ ചെയ്യുന്ന നല്ലതാണ്. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ഏത് സമാധികളിലും പോകാം. പിന്നെ എവിടെ പോയാലും അവിടെ പലരും വരും, പല കാര്യങ്ങളും പറയും. അതിനൊന്നും പുറകെ പോകരുത്. അതിൻ്റെയൊക്കെ പുറകെ പോയാൽ നിങ്ങൾ പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ആ സമാധിയിലെ ഗുരുവിനെ കാണാനാണ് പോകുന്നത്. അദ്ദേഹത്തെ വണങ്ങുക, പോരുക. അങ്ങനെ പോയവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. പലരും വന്ന് പല കാര്യങ്ങളും പറയാൻ അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. അവിടെ പോയി ഇവിടെ പോകും, അത് ശരിയാണ്, അല്ലെ അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ചെയ്യണം, നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് വേറൊരിടത്ത് പോകണം, ഇത് നമുക്ക് വേറെ ഇങ്ങനെ സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. നിങ്ങൾ ഏത് സമാധി പോകുന്നു ആ ഗുരുവിനെ ധ്യാനിക്കുക, നിങ്ങൾ പോരുക. വേറെ ഒന്നിലും ഇടപെടാൻ പോകരുത്. ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. ഈ ഗുരു എന്ന് പറഞ്ഞാൽ ശരിക്കും ഈശ്വരൻ തന്നെയാണ്. ഗുരു ഈശ്വരൻ തന്നെയാണ്. ഗുരുവിന് നമ്മളുടെ തലവരെ മാറ്റാനുള്ള ശക്തിയുണ്ട്. അത് ഈ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. നമ്മൾ ഗുരുക്കന്മാരോടൊന്നും ആവശ്യപ്പെടരുത്. ഇപ്പം ഇങ്ങനെ സമാധി പോകാൻ പറ്റാത്തവർക്കും ഒരു സമാധിയിലും പോകാൻ പറ്റാത്തവർക്കും ഞാനൊരു വിദ്യ പറഞ്ഞുതരാം. രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറി എന്ന് വടക്കോട്ട് തിരിഞ്ഞു നിന്നും ഗുരുചരണം ശരണമെന്ന് പ്രപഞ്ചത്തെ സങ്കല്പിച്ച് ജപിക്കുക. പ്രപഞ്ചത്തെ ഗുരുചരണം ശരണം. ഇപ്പം എല്ലാവർക്കും സമാധികളിൽ പോകാനൊന്നും പറ്റുന്നിരിക്കത്തില്ല. അവർക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. അവിടെയും ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടും. സ്വന്തമായി തൊഴിലും ഒരു വഴി കാണിക്കുകയും ചെയ്യും, രക്ഷപ്പെടുകയും ചെയ്യും. സ്വന്തമായിട്ട് എത്ര രക്ഷപ്പെടാത്തവരും രക്ഷപ്പെടും. ഒരു തൊഴിലോ ഒരു വരുമാന മാർഗമോ ഒക്കെ കിട്ടുമെന്നുള്ളതാണ്. ഈ സമാധിയിൽ പോകുന്നതിന് തുല്യമാണ് കേട്ടോ. വീട്ടിൽ ഇരുന്നുകൊണ്ടും ചെയ്യാം. അതായത് കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് ഒന്നുകൂടെ കൈയും കാലും മുഖം നനച്ചിട്ട് വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രപഞ്ചത്തെ ഗുരുവായിട്ട് സങ്കല്പിച്ച് ഗുരുചരണം ശരണം. ഒരു ഗുരുവിൻ്റെയും ചിത്രം നിങ്ങളുടെ മനസ്സിൽ വേണ്ട. പ്രപഞ്ചത്തെ ഗുരുവായി സങ്കല്പിക്കണം. ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം. നിത്യേന ഇങ്ങനെ രാവിലെ ചെയ്യുക.
സന്ധ്യയ്ക്കും വേണമെങ്കിൽ കൈയും കാലും മുഖം കഴിയിട്ട് കുളിമുറ ചെയ്യുന്ന വടക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യാം. ഇത് നിത്യേന ചെയ്യണം. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. ഇത് എവിടെ നിന്നോട്ട് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളിൽ ഗുരു പ്രവർത്തിക്കും. ഈ ഗുരു പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിരവധി ഗുരുക്കന്മാരുണ്ട്. ഊർജമായിട്ടുള്ള ചൈതന്യമായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്. അതായത് മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന ഈശ്വരനായി തീർന്ന ഊർജം, ചൈതന്യം, പ്രകാശമായി തീർന്ന ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുക്കന്മാർ നമ്മളുടെ കർമ്മം അനുസരിച്ച്, എല്ലാ ഗുരുക്കന്മാരും നമ്മളെ സ്വാധീനിക്കത്തില്ല. നമ്മളുടെ കർമ്മം അനുസരിച്ച് നമുക്ക് വഴി കാട്ടാൻ പറ്റിയ ഗുരുക്കന്മാരുണ്ട്. ആ ഗുരു നമ്മളുമായിട്ട് കണക്റ്റ് ആയിട്ട് നമ്മളുടെ ഉറക്കത്തിൻ്റെ, നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, 1 മണിക്കും 3 മണിക്കും ഇടയിൽ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. നല്ല നല്ല ഉറക്കത്തിലേക്ക്, ഒരു സ്വപ്നവും കാണാത്ത രീതിയിലുള്ള ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. ആ ഒരു സമയം ഈ ഗുരുവിൻ്റെ പ്രകാശമാകുന്ന ഈ ഗുരു നമ്മളുടെ ബോധവുമായി കണക്റ്റായിട്ട് നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരും, നമുക്ക് വേണ്ട ശക്തി തരും, നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരും. ഇത് ഉണരുമ്പോൾ നമ്മളിതൊന്നും അറിയത്തില്ല. അങ്ങനെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മാറ്റം വരും. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം, ആർക്കും ചെയ്യാം, 27 നക്ഷത്രക്കാർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. ഇതിന് ജാതിയും മതമൊന്നുമില്ല. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഗുരുകടാക്ഷം ഉണ്ടാകും. ഗുരുകടാക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഗുരു നിങ്ങളെ നയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അപാരമായിട്ട് മാറും. ഈ ഞാനിന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഗുരു എന്ന് പറഞ്ഞ ശക്തി നയിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം എനിക്ക് ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ മുതൽ ഞാൻ അന്നാണ് ഗുരുക്കന്മാരെ കുറിച്ച് അറിയുന്നത്. ഞാൻ ആ ഗുരുക്കന്മാരെ മനസ്സുകൊണ്ട് വന്ദിക്കാറുണ്ട്, ഗുരുക്കന്മാരെ ധ്യാനിക്കാറുണ്ട്, ഗുരുക്കന്മാരെ എപ്പോഴും വന്ദിക്കാറുണ്ട് മനസ്സുകൊണ്ട്. ഒരു ദിവസം പോലും മനസ്സിൽ ഗുരു കടന്നു വരാത്തൊരു ദിവസം എൻ്റെ മനസ്സിലില്ല. ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം സ്വീകരിച്ച അന്ന് മുതൽ, ഗുരുവിൽ നിന്ന് സ്വീകരിച്ച അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ആ ഗുരുക്കന്മാരുടെ ശക്തി എനിക്കറിയാം. ശക്തി അറിയാന്ന് പറഞ്ഞാൽ അത് ജീവിതം മാറ്റുന്ന ശക്തിയാണ്. നമ്മളുടെ കർമ്മദോഷങ്ങളെ മാറ്റുന്ന ശക്തിയാണ്. നമ്മളുടെ മുൻജന്മ സഞ്ചിതമായ കർമ്മദോഷങ്ങളെ, അത് പാപങ്ങളായിക്കോട്ടെ പുണ്യങ്ങളായിക്കോട്ടെ, ഈ പുണ്യങ്ങളും പാപങ്ങളും അല്ലെ കർമ്മങ്ങൾ ദോഷങ്ങളെല്ലാം നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലാണുള്ളത്. സൂക്ഷ്മ ശരീരം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആധാര ചക്രങ്ങൾ. ചക്രാസ് എന്ന് പറഞ്ഞാൽ വലിയ ചക്രമൊന്നുമില്ല, ഊർജ്ജ കേന്ദ്രങ്ങളാണ്. നട്ടലിൻ്റെ ഏറ്റവും താഴെ മൂലാധാര ചക്രം, അതിൻ്റെ മുകളിലായിട്ട് പൊക്കൽക്കൊടിക്ക് താഴെയായിട്ട് സ്വാധിഷ്ഠാന ചക്രം, പൊക്കൽക്കൊടിക്ക് മുകളിലായിട്ട് നട്ടലിൽ തന്നെ മണിപൂരക ചക്രം, അതിന് മുകളിൽ ആ ഹൃദയത്തിനുള്ളിൽ ആ നട്ടലിൻ്റെ ഭാഗത്ത് തന്നെ അനാഗത ചക്രം, തൊണ്ടക്കുഴിക്കുള്ളിൽ ആ നട്ടലിൽ നിന്ന് വരുന്ന ആ കണക്ഷനിൽ തന്നെ വിശുദ്ധി ചക്രം, പിന്നെ ആജ്ഞാചക്രം. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വര വരച്ചാൽ, ഇങ്ങനെ ഒരു വര വരച്ചാൽ 4 കൂടുന്ന ജംഗ്ഷനിൽ ആജ്ഞാചക്രം. ഈ ചക്രാസ് ആണ് നമ്മളുടെ പുണ്യത്തിൻ്റെ പാപത്തിൻ്റെ എല്ലാം ആ സൂക്ഷ്മ ശരീരത്തിൽ ഈ ചക്രാസിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം ഗുരു ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുമ്പോൾ ആ സമയത്ത് നമ്മുടെ ചക്രാസിനെ പ്യൂരിഫൈ ചെയ്യും, ശുദ്ധീകരിക്കും. നമ്മളറിയാതെ നമ്മളിൽ മാറ്റം ഉണ്ടാകും. നമ്മൾ പിറ്റേ ദിവസം ഉറക്കം ഉണർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല ആളുകളെ കണ്ടുമുട്ടും, ചിലപ്പോൾ ജീവിതത്തിൽ ജീവിക്കാനുള്ള ഒരു ജീവിതമാർഗം കിട്ടും, ചിലപ്പോൾ നമ്മൾ പുതിയ തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് ഗുരു രഹസ്യം. ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പിന്നെ നമ്മളെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ പറയണം ഗുരുകടാക്ഷം പരിപൂർണം, ഗുരുകടാക്ഷം പരിപൂർണം, ഗുരുചരണം ശരണം, ഗുരുകടാക്ഷം പരിപൂർണം. ഇങ്ങനെ പറയണം. പ്രപഞ്ചത്തെ ഗുരുവായി സങ്കല്പിച്ച് വാഗൊണ്ട് പറയാല്ലേ, മനസ്സിൽ പറയാം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നുവെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോഴും പലതവണ മനസ്സിലോ വാഗൊണ്ടോ പറയാം ഗുരുചരണം ശരണം, ഗുരുകടാക്ഷം പരിപൂർണം. പ്രപഞ്ചത്തെ ഗുരുവായി സങ്കല്പിച്ച് പറയുക. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു, എഴുതി വെച്ചു. വിശ്വാസത്തോടെ ചെയ്താൽ. പിന്നെ പലരും ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. പലരും പറയാറുണ്ട്, വിധിയാണെങ്കിൽ നമ്മൾ എന്തിനാ ഓരോന്ന് ചെയ്യുന്നത്, മുൻകൂട്ടി എഴുതി വെച്ചിരിക്കുകയല്ലേ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അറിയേണ്ട കാര്യമാണ്. ശരിക്കും വിധി എന്ന് പറഞ്ഞാൽ ശരിക്കും കർമ്മഫലം ഉണ്ടാകുന്നത് പുണ്യം പാപം ഉണ്ടാകുന്നതുകൊണ്ടാണ്. പുണ്യം പാപം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ
എല്ലാം എഴുതി വെച്ച് അത് മാത്രം നടക്കിയാൽ പുണ്യം പാപം ഉണ്ടാകത്തില്ല. ഇതിൻ്റെ അകത്ത് നിശ്ചിതമായി നടക്കേണ്ട വിധിയുണ്ട്, നമുക്ക് ഫ്രീ വില്ലും ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? രണ്ട് രീതിയിലാണ്. ഇപ്പം വിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളുടെ ചില ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്, ഫ്രീ വില്ലും ഉണ്ട്. അതുകൊണ്ട് ആ കർമ്മം ഉണ്ടാകുന്നത്, പുണ്യം പാപം ഉണ്ടാകുന്നത് പറയാൻ മനസ്സിലായോ? ഇപ്പം നമ്മളിപ്പം ജ്യോതിഷമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു വഴി കാണിച്ചു തരിക, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ഇന്നത് ചെയ്യേ, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. അത് നമ്മൾ ചെയ്യണം. അവിടെ നമ്മളുടെ ഒരു പ്രവർത്തനം വേണ്ടി വരും. ഫ്രീ വിൽ, വിധി എന്ന് പറയുന്നതും രണ്ടും ജീവിതത്തിലുണ്ട്. വിധിയുണ്ട്, ഫ്രീ വില്ലും ഉണ്ട്. വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം നമ്മൾ ജനിച്ചാൽ മരിച്ചേ പറ്റത്തുള്ളൂ, അതൊരു വിധിയാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ കർമ്മം അനുസരിച്ച് ചിലപ്പോൾ നടക്കാം. ഇപ്പം നിങ്ങൾ ഒരാളെ പറ്റിച്ചു, നിങ്ങൾ ആ കർമ്മം അനുസരിച്ച് പറ്റിച്ചുകൊണ്ട് നിങ്ങളെ വേറൊരാൾ ചിലപ്പോൾ പറ്റിക്കപ്പെടാം, അതൊരു വിധിയാണ്. പക്ഷെ എന്നാൽ നമ്മുടെ ഇച്ഛാനുസരണം നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ഈശ്വരൻ നമ്മളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അതിനുള്ള ഒരു നിയോഗം നൽകിയിട്ടുണ്ട്. നമ്മളിപ്പം അമ്പലത്തിൽ പോകുന്ന വഴിപാട് ചെയ്യുന്നു, വീട്ടിൽ കയറി ജോലി ചെയ്യാതിരുന്നാൽ പട്ടിണി കൊണ്ട് മൂട്ടയെടുത്തേ ഉള്ളൂ. നമുക്ക് ഇപ്പം ജ്യോതിഷമായിക്കോട്ടെ എന്തായിക്കോട്ടെ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോകും, അല്ലെ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, അല്ലെ ഇന്ന കടയിൽ പോയി ഇന്ന സാധനം ലഭിക്കുമെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം, വഴികളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെ ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇന്നത് ചെയ്യും. പക്ഷെ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്, നമ്മൾ ഫ്രീ വിൽ, അത് നമ്മൾ പ്രവർത്തിക്കണം. ഇപ്പം ഞാനെനിക്ക് കയ്യാകുണ്ടെങ്കിൽ പ്രാണായാമം ഞാൻ ചിലപ്പോൾ മുൻ ജന്മാന്തരങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളതായിരിക്കാം. അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം ഈ ജന്മത്തിൽ ഗുരുവിനെ സ്വീകരിക്കാൻ പറ്റി എന്ന് വരെ ഞാനത് ചെയ്യാതിരുന്നാൽ, പഠിച്ച വിദ്യ ചെയ്യാതിരുന്നാൽ അതുകൊണ്ട് ഫലമില്ല. എൻ്റെ ഭാഗം, ഞാൻ പ്രവർത്തിക്കേണ്ട ഭാഗം പ്രവർത്തിക്കണം. അതുപോലെ നമ്മൾ ഈശ്വരനെ വിളിച്ചാലും നമ്മൾ വഴിപാടുകൾ ചെയ്താലും നമ്മൾ ചെയ്യേണ്ട ജോലികൾ, പ്രവൃത്തികൾ അത് ചെയ്യുകയും കൂടെ വേണം. മനസ്സിലായി? അപ്പം അങ്ങനെ ആണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മളുടെ പ്രവർത്തികൾ, നമ്മളുടെ കർമ്മങ്ങൾ, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതുകൂടെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഈശ്വരാധീനത്തിന് അർഹനാകുന്നത്. കാരണം നമ്മളുടെ പ്രവൃത്തി ഒരു പ്രാർത്ഥന തന്നെയാണ്. സത്യസന്ധമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അച്ഛനുള്ള ഉത്തരവാദിത്തം, അമ്മയോടുള്ള ഉത്തരവാദിത്തം, ഭാര്യയുള്ള ഉത്തരവാദിത്തം, സമൂഹത്തിനുള്ള ഉത്തരവാദിത്തം, നമുക്ക് നമ്മളോടുള്ള ഉത്തരവാദിത്തം, ഇതൊക്കെ ആ ഈശ്വരനോടുള്ള പ്രാർത്ഥന തന്നെയാണ്. ഇതെല്ലാം ഈശ്വരനുള്ള സമർപ്പണം തന്നെയാണ്. കാരണം നമുക്ക് ഈശ്വരൻ കഴിവ് നൽകിയിരിക്കുന്ന, ബുദ്ധി തന്നിരിക്കുന്നത് ഇതൊക്കെ ചെയ്യാനാ. നിന്നെ എന്തിനിങ്ങോട്ട് വിട്ടു? അല്ലാതെ നീ ഒരു ഒന്നും ചെയ്യാതെ ഒരിടത്ത് പോയി ഇരിക്കാനല്ല പറഞ്ഞു വിട്ടിരിക്കുന്നത്. നിനക്ക് കാഴ്ച നൽകിയിരിക്കുന്ന ഈ ലോകത്തെ കാണാനാ, കേൾവി നൽകിയിരിക്കുന്ന ഈ ലോകത്തുള്ള കേൾക്കാനാ, കൈ തന്നിരിക്കുന്ന നിങ്ങൾക്ക് പ്രവർത്തിക്കാനാ, ജോലി ചെയ്യാനാ, മനസ്സും ബുദ്ധിയും തന്നിരിക്കുന്ന നിങ്ങൾക്ക് പ്രവർത്തിക്കാനാ. അതുകൂടെ ചെയ്യുമ്പോഴാണ് ആ ഈശ്വരനിലുള്ള പൂർണ്ണമായിട്ടുള്ള ഈശ്വര സേവയാകുന്നത്. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചാരിറ്റീസ് ചെയ്യാം, നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ നമ്മളുടെ കൂടെ സഹജീവികൾ, അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ഒരിക്കലും സ്വാർത്ഥരാകാതിരിക്കുക. എനിക്ക് എൻ്റെ കുടുംബം എന്നുള്ള അതൊക്കെ വേണം, പക്ഷെ അതിലുപരി നമ്മളെ കൂടെ പറ്റുന്ന സഹായങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കും ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. അല്ലാതെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ജീവിതം പറയും യാന്ത്രികമായി പോകും. ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല. കുറച്ച് ജീവിച്ചു, നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചു, മരിച്ചു പോകുന്നതിനായിട്ട് ഓരോ അർത്ഥവുമില്ല. ജീവിച്ചു എന്ന് തോന്നണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റാർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിച്ചു എന്നൊരു തോന്നലുണ്ടാകുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതൊക്കെ ഈശ്വരീയമായ കാര്യങ്ങളായതുകൊണ്ടാണ്. അല്ലാതെ അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും മാത്രമല്ല ഈശ്വരീയമായ കാര്യങ്ങൾ. നമ്മളുടെ തൊഴിൽ, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുന്നതും ഈശ്വരീയമായ പ്രാർത്ഥനയാണ്. അതുപോലെ നമുക്ക് മറ്റ് സഹജീവികളോട് കാരുണ്യം ഉണ്ടാകുന്നതും ഈശ്വരീയമായ പ്രാർത്ഥന തന്നെയാണ്. അല്ല ക്ഷേത്രത്തിൽ പോകുന്നത് മാത്രമല്ല. ഇപ്പോൾ അച്ഛനും അമ്മയും നോക്കുക, അവർക്ക് സ്നേഹം കൊടുക്കുക, ഇതൊക്കെ ഈശ്വരീയമായ പ്രാർത്ഥന തന്നെയാണ്. നമ്മളെല്ലാ ക്ഷേത്രത്തിലും പോയിട്ട് സ്വന്തം അച്ഛനും അമ്മയും നോക്കുന്നില്ല, ഈ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ കടം വീട്ടാൻ പറ്റുമോ? ഇതെല്ലാം ചേരുമ്പോഴാണ് ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുറച്ച് വീഡിയോകളിലായിട്ട് ഒരുപാട് ആരും പറയാത്ത പല രഹസ്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അധികം ആളുകൾ അത് കാണുന്നില്ല. അത് എത്ര നാളൊക്കെ ഇതൊക്കെ യൂട്യൂബിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനും ഒക്കത്തില്ല. ആവശ്യമുള്ളത് കാണുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
പല കാര്യങ്ങളും എഴുതി വെക്കാം, പിന്നീട് എപ്പോഴെങ്കിലും അത് ഉപകാരപ്പെടും. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് ആവശ്യമുള്ളത് പ്രയോജനപ്പെടുത്തിക്കോണം. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഈ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോയിലും ഞാൻ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച പോകണം, ശനിയും പ്രദോഷവും കൂടെ വരുന്നു, അതൊന്നും അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല. എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ചെയ്തത്. ഇനി പ്രദോഷം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നോട് ഓരോരുത്തർ ചോദിക്കും, സാറേ ആ വീഡിയോ കണ്ടില്ല ഞാൻ എന്ന് പറയും. അങ്ങനെ പറയാൻ എല്ലാവർക്കും ഇഷ്ടം. ഒരു കാര്യം ഒരു സമയത്തിന് ഇട്ട് കഴിഞ്ഞാൽ അത് കാണത്തൂല. കാരണം ഈ ശനിയും പ്രദോഷവും കൂടെ വരുന്നത് ജൂൺ 27 ജൂൺ 27 ശനിയാഴ്ച 2026 ശനിയാഴ്ചയും പ്രദോഷവും കൂടെ വരിക. അന്ന് ശിവക്ഷേത്രത്തിൽ വൈകുന്നപാട് പോയി തൊഴുതാൽ 12 പ്രദോഷങ്ങൾ തൊഴുന്ന പുണ്യം കിട്ടും. ഒരു പ്രദോഷം തന്നെ തൊഴുതാൽ ഏറ്റവും പുണ്യമാണ്. ശിവനും പാർവതി ഏറ്റവും സന്തോഷമായിരിക്കുന്ന സമയമാണ്. ശിവൻ പാർവതിയുടെ മുന്നിലിരുന്ന് ആനന്ദ നൃത്തം ആടുന്ന സമയമാണെന്നാണ് പറയപ്പെടുന്നത്. 30 ദേവതകളും ശിവനെയും പാർവതിയും വന്ദിക്കുന്ന സമയമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ സമയത്ത് ക്ഷേത്രങ്ങളിൽ വൈകുന്നപാട് പോയി ഭഗവാനെ തൊഴുത് ഞങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്ത് ശിവനാമം ജപിച്ചാൽ, പാർവതീവിയും കൂടെ വിളിച്ചാൽ, ചോദിക്കാതെ തന്നെ ഭഗവാൻ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. അതിനുവേണ്ടിയാണ് ഞാൻ ഇച്ചിരി നേരത്തെ ആ വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അത് നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്നവർ പോലും കണ്ടിട്ടില്ല. അത് അപ്പോൾ എനിക്ക് തോന്നി അത് വളരെ, കാരണം അവരൊക്കെ അറിയാൻ വേണ്ടിയില്ല ഞാൻ ഇടുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ അത് അറിയേണ്ട കാര്യമാണല്ലോ. അതാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ പലരും കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നോട് ചോദിക്കും ഏത് വീഡിയോ ആയാ എപ്പോഴാ, എന്നാൽ ഞങ്ങളെല്ലാം കാണുന്നതാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.